എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ഏകീകൃത തിരിച്ചറി രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ തന്മുദ്ര പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് താനൂർ നഗരസഭയിൽ തുടക്കമായി. തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് IAS ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് UDID കാർഡ് ലഭ്യമാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ തന്മുദ്ര സമഗ്ര ഭിന്നശേഷി സർവേയുടെയും UDID രജിസ്ട്രേഷന്റെയും ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് IAS നിർവഹിച്ചു. സമൂഹത്തിൽ ഏറ്റവും ഡിസഡ്വാൻറ്റേജസ് അത് സമൂഹമാണ്. സോ ഫ്രം അവർ സൈഡ്, ഫ്രം ദി സൈഡ് ഓഫ് ഗവൺമെന്റ്, it is very important to first of all identify all such people and then to provide them a unique ID card so that we know what are the disadvantages that they are facing, what kind of help or what kind of support can be provided from the state government. So inna mudal ide detailed survey തുടങ്ങും. അതിനുവേണ്ടി I wish all the best to volunteers, to all the Anganwadi workers who will be going to each and every household. താനൂർ പരിയാപുരം GLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ താനൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP ഫാത്തിമ സ്വാഗതം പറഞ്ഞു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ CK സുബൈദ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ താനൂർ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ കാഴ്ച പരിമിതർക്കുള്ള ലാപ്ടോപ്പ് നഗരസഭ ചെയർമാൻ PP ഷംസുദ്ദീൻ വിതരണം ചെയ്തു. കാഴ്ച പരിമിതമായ ആളുകൾക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ, അവർ 10ാം ക്ലാസ് പാസ്സായ അത്തരം കാര്യങ്ങൾ അവരുടെ ജോലിക്കൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ അവർക്കൊരു കമ്പ്യൂട്ടർ കൂടി നമ്മൾ നൽകാൻ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ തീരുമാനമെടുത്തിരുന്നു. ആ പദ്ധതിയുടെ ഇംപ്ലിമെൻ്റാണ് ഇന്നിവിടെ അതും നടന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പരിപാടി നമ്മുടെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അശ്വിനി ഇരിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ നൽകിയിട്ടുള്ളത് ഇലക്ട്രിക് വീൽ ചെയർ ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിക് വീൽ ചെയർ 21 പേർക്കാണ് നഗരസഭയിൽ നമ്മളങ്ങനെ കൊടുത്തത്. വീടിനകത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന, വീടിനകത്ത് പുറത്തുനിന്ന് ഇറങ്ങാതെ പുറം കാഴ്ചകൾ കാണാൻ പ്രയാസപ്പെട്ട് അതിലേക്ക് അങ്ങനെ വേണമെന്നില്ല, അവർക്ക് ധാരാളം പ്രയാസങ്ങളുണ്ട്. അവരെ ഒരുപാട് ആളുകൾ അക്കമ്പനി ചെയ്യണം, കൂടെ കൂടണം, അവരെ സഹായിക്കണം. ഇതൊന്നുമില്ലാതെ അവർ സ്വന്തത്തിൽ തന്നെ അങ്ങനെ സ്വയം പര്യാപ്തരാക്കുന്ന തരത്തിൽ ഒരു വീൽ ചെയറിൻ്റെ സഹായത്താൽ, അത് ഇലക്ട്രിക് വീൽ ചെയർ ആണല്ലോ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2015 ഭിന്നശേഷി സർവേ പ്രകാരം മലപ്പുറം ജില്ലയിൽ 1 ലക്ഷത്തോളം ഭിന്നശേഷിക്കാരുള്ളതിൽ 65,000 പേർ മാത്രമാണ് ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത്.